മിക്ക സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നെയിൽ പോളിഷ് അല്ലേ. ഈ നെയിൽ പോളിഷ് സേഫ് ആണോ? നെയിൽ പോളിഷ് കെമിക്കൽസ് ആഡിയിട്ടുള്ള നെയിൽ പോളിഷ് വളരെ ഡേഞ്ചറസ് ആണ്. മാരകമായ പല അസുഖങ്ങളും ഉണ്ടാക്കാമെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇപ്പൊ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ, നമ്മൾ ഏത് നെയിൽ പോളിഷാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ദയവേത് കുട്ടികൾക്ക് ഒരു കാരണവശാലും നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാതിരിക്കുക. കാരണം കുട്ടികൾ ഇത് വായി വെച്ച് ഇത് വിഴുങ്ങിയാണ്. പല കുട്ടികൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളുടെ കാരണം ഇപ്പൊ കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള കെമിക്കൽസ് സ്ഥിരമായിട്ട് ശരീരത്തിൽ എത്തുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഈ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ, ടൊളുവിൻ എന്നുള്ള കണ്ടന്റ് ഉണ്ടെങ്കിലോ, ഫോർമാൽഡിഹൈഡ് എന്നുള്ള കണ്ടന്റ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ DBP എന്നുള്ളൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ നെയിൽ പോളിഷ് നമ്മൾ ഒഴിവാക്കണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്കിൻ ഇടുന്ന സമയത്ത് സ്കിൻ അബ്സോർപ്ഷൻ ഉണ്ട്. അത് കൂടാതെ ഇത് വായിൻ്റെ അകത്തോട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് പോയാൽ വയറിൻ്റെ അകത്ത് നമുക്ക് അൾസർ ഉണ്ടാകാം. അതുപോലെ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പം ചെറിയ രീതിയിൽ കിഡ്നി ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 3 ഫ്രീ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 5 ഫ്രീ, 3 ഫ്രീ എന്നൊക്കെ പറഞ്ഞ് ഈ കെമിക്കൽസ് റിമൂവ് ചെയ്തിട്ടുള്ളത് പലതും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള നെയിൽ പോളിഷ് ആണെങ്കിൽ കുഴപ്പമില്ല.